ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് നൈറ്റ് ഹാസ് കം എന്ന സീരീസിന്റെ 9ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ കുറച്ചു നാൾ മുമ്പ് കാണിക്കുകയാണ്. ഈ ഗെയിം സ്റ്റാർട്ടായ ആ ദിവസം ഇല്ലേ, ആ ദിവസം കാണിക്കുകയാണ് 3 റൗഡി പയ്യന്മാരും കൂടെ ആ കടം കൊടുത്ത പയ്യനില്ലേ അവനെയും പിന്നെ ഈ പാവം പയ്യനെന്ന് വിചാരിച്ച ആ സൈക്കോ പയ്യനെയും കൂടെ റാഗ് ചെയ്യുന്ന നേരം എല്ലാവരുടെ ഫോണിലോട്ടും മെസ്സേജ് വരികയാണ്. അതുപോലെ തന്നെ ഈ സൈക്കോ പയ്യന്റെ ഫോണിലോട്ടും മെസ്സേജ് വന്നിട്ടുണ്ട്. അവന്റെ ഫോണിൽ മെസ്സേജ് വന്നത് വേറൊന്നുമല്ല, അവൻ മാഫിയ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നേക്കുന്നത്. ഇതിനുശേഷം നമ്മളെ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് ആ വെള്ളമുടിയുള്ള റൗഡി പയ്യനെ കൊന്നത് വേറെ ആരുമല്ല, അത് ഈ സൈക്കോ പയ്യൻ തന്നെയാണ്. നമ്മൾ പാവമെന്ന് വിചാരിച്ചാലും ഇവനൊരു സൈക്കോയാണ് കേട്ടോ. ഇത്രയും നാളത്തെ ആ റാഗ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ആ ട്രോമയുണ്ടല്ലോ, അത് കാരണമാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ വെള്ളമുടിയുള്ള റൗഡി പയ്യനുണ്ടല്ലേ, വളരെയധികം ബ്രൂട്ടലായിട്ട് പലതവണ കുത്തിയാണ് കൊന്നേക്കുന്നത്. ഭയങ്കര ബ്രൂട്ടൽ സീനാണ് കേട്ടോ. അതായത് അവൻ അത്രയും വൈരാഗ്യം അവന്റെ മനസ്സിൽ ആ റൗഡി പയ്യന്മാരോടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ബ്രൂട്ടലായിട്ട് അവന്മാരെ കൊല്ലുന്നത്. റൗഡി പയ്യനെ കൊന്ന ശേഷം ആ ബ്ലഡ് എല്ലാം അവന്റെ കോട്ടിൽ തുടക്കുകയാണ്. ആ കോട്ട് കൊണ്ടുവന്ന് വൈസ് പ്രസിഡന്റിന് കൊടുക്കുകയാണ്. വൈസ് പ്രസിഡന്റിനും ഇതിൽ പങ്കുണ്ട് കേട്ടോ. അതായത് അവൾ ആരെ കൊല്ലുന്നില്ല, എന്നാൽ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നുണ്ട്. മാഫിയകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ആരൊക്കെയാണ് മാഫിയെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതായത് മാഫിയയിൽ പെടുന്ന ആൾക്കാർക്ക്. പക്ഷെ ഇവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല. പുറത്ത് പറഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. ബാക്കിയുള്ള ആൾക്കാർ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ട് ഇവരെ എലിമിനേറ്റ് ചെയ്ത് കളയും. എലിമിനേറ്റ് ചെയ്യാത്ത അത്രയും നാള് ഇവർ രാത്രി ഇറങ്ങി എല്ലാരെയും കൊന്നോണ്ടിരിക്കും ഈ മാഫിയകൾ. എന്തായാലും ആ രക്തം പുരണ്ട കോട്ട് കൊണ്ടുവന്നിട്ട് മെയിൻ ആയിട്ടുള്ള റൗഡി പയ്യന്റെ റൂമിന്റെ സൈഡിൽ കൊണ്ടിടുകയാണ്. അവന്റെ തൊട്ട് ഫ്രണ്ടിൽ, ആ റൂമിന്റെ തൊട്ട് ഫ്രണ്ടിൽ കൊണ്ടിടുകയാണ്. കാരണം വേറൊന്നുമല്ല, ബാക്കിയുള്ള ആൾക്കാർ കാണുമ്പം അവർ ഈ റൗഡി പയ്യനെ വേണം സംശയിക്കാൻ. റൗഡി പയ്യനാണ് ബാക്കിയുള്ള റൗഡി പയ്യനെ കൊന്ന എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിനുശേഷം ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ മെയിൻ ആയിട്ടുള്ള റൗഡി പയ്യനെ അവിടെ മയക്കി കിടത്തിയേക്കില്ലേ, അതായത് അവൻ ബോധം കെട്ട് വീഴുന്നതാണ്. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ടൂൾസ് എടുത്തോണ്ട് വരികയാണ്. അതായത് വൈസ് പ്രസിഡന്റ് ആണ് എടുത്തോണ്ട് വരുന്നത്. ആ ടൂള് കൊണ്ടുവന്നിട്ട് സൈക്കോ പയ്യന് കൊടുക്കുകയാണ്. അതേ നേരം ഈ വൈസ് പ്രസിഡന്റ് സൈക്കോ പയ്യനോട് ചോദിക്കുന്നുണ്ട്, ഇവനെ കൊല്ലേണ്ട കാര്യമുണ്ടോ? ഇവനെ കൊന്നാല് ബാക്കിയുള്ള ആൾക്കാരെല്ലാം നിന്നെയായിരിക്കും സംശയിക്കാൻ പോണത്. കാരണം ഇവനോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യം നിനക്കാണ്. അതുകൊണ്ട് അവനെ കൊല്ലാതിരുന്നൂടെ? ഇത് കേട്ട സമയത്ത് സൈക്കോ മറുപടി പറയാണ്, ഇല്ല പറ്റത്തില്ല. കാരണം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് മാഫിയെന്ന്. ഇനിയിപ്പം അവനെ കൊല്ലാതിരുന്നാല് നാളെ അവൻ എല്ലായിടത്തും പറയുകയും ചെയ്യും. നമ്മളുടെ കാര്യത്തിൽ അത് അപകടമാവും. അതുകൊണ്ട് അവനെ കൊല്ലാതെ വിടാൻ പറ്റത്തില്ല. ഇതും പറഞ്ഞിട്ട് വൈസ് പ്രസിഡന്റിന് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഇതിനുശേഷം വളരെയധികം ബ്രൂട്ടലായിട്ട് അവനെ ഉണ്ടല്ലോ കുത്തിയാണ് കൊല്ലുന്നത്. റാഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നതിലുണ്ടെങ്കിൽ സൂക്ഷിച്ചോട്ടോ. ഇത് കണക്ക് അവസരമൊക്കെ കിട്ടുമ്പോൾ കൊന്നു കളയും. ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുണ്ടല്ലോ, അത് ജീവിതകാലം മൊത്തം അവൻ ഓർത്ത് വെച്ചേക്കും. തക്കം കിട്ടാൻ പണി തരും. എല്ലാവരും നല്ല ആൾക്കാരൊന്നുമല്ല, അത് സൂക്ഷിച്ചോണം കേട്ടോ. അത് മാത്രമല്ല, ആരെയും ദ്രോഹിക്കാതിരിക്കുക, നമ്മുടെ കാര്യം നോക്കി പോവുക, അത്രേ ഉള്ളൂ. ഇതിനുശേഷം രാവിലെ ആവുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ, കൂട്ടുകാരി, പിന്നെ ഷോർട്ട് ഹെയർ, അവരെല്ലാവരും ഒരുമിച്ചാണ് ഒരു റൂമിൽ കിടന്നുറങ്ങിയിരുന്നത്. എല്ലാവരും രാവിലെ ആയതുകൊണ്ട് തന്നെ ഉറക്കെണീക്കാണ്. അതേ നേരം തന്നെ എല്ലാവരുടെ ഫോണിലോട്ട് മെസ്സേജ് വരികയാണ്. അതായത് മെയിൻ ആയിട്ടുള്ള റൗഡി പയ്യൻ മരിച്ചെന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം എല്ലാവരും കൂടെ രണ്ടാമത്തെ റൗഡി പയ്യൻ മരിച്ചു കിടന്ന ആ സ്ഥലമില്ലേ അവിടെ കൂടിയൊക്കെയാണ്. അത് മാത്രമല്ല, മെയിൻ ആയിട്ടുള്ള റൗഡി പയ്യന്റെ ബോഡിയും സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവരെല്ലാരും സംശയിച്ച് നിൽക്കുകയാണ്. കാരണം മാഫിയ ആരാന്ന് ഇതുവരെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അടുത്തത് എവരാണോ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നത് എന്നൊരു പേടിയുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ടത്. കാരണം ദുഷ്ടന്മാരായിട്ടുള്ള കുട്ടികളെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. ഇനിയെല്ലാം സാധാരണപ്പെട്ട ആരെയും ദ്രോഹിക്കാത്ത, വലുതായിട്ട് ദ്രോഹിക്കാത്ത എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി കണക്ക് കൂട്ടൽ വല്ലതും തെറ്റിയാലോ, അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും ഇനി പാവപ്പെട്ട കുറച്ച് കുട്ടികൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതേ നേരം വൈസ് പ്രസിഡന്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി പോവാണ്. അവൾക്ക് ബാക്കിയുള്ള ആൾക്കാരോടെ നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ടാണ് പോണത്. ആ പോകുന്ന വഴിക്കുണ്ടല്ലോ അവൾ പറയുന്നുണ്ട്, ആരാണാവോ മാഫിയ, ഇനി ആരെയാണോ കൊല്ലാൻ പോകുന്നത്, ഇനി എന്നെയാണോ കൊല്ലാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതായത് ബാക്കിയുള്ള ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, വേറെ ഒന്നിനുമല്ല. ഇവള് മാഫിയ അല്ലെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി മണ്ടയിലോട്ട് പോണത്. ഇതിനുശേഷം ബാക്കി 3 പയ്യന്മാർ ആരൊക്കെയാണെന്ന് മനസ്സിലായോ? അതായത് സൈക്കോ പയ്യൻ, ഗുണ്ടു പയ്യൻ, പിന്നെ അവന്റെ കൂടെ നടക്കുന്ന വേറൊരു പയ്യൻ. അവർ 3 പേരും കൂടെ ഒരു റൂമിലിരിക്കുകയാണ്. ഇതേ നേരം ഗുണ്ടു പയ്യന്റെ അടുത്ത് മറ്റേ പയ്യൻ പറയുന്നുണ്ട്, ആരാണാവോ ഈ സൈക്കോ, ആരാണാവോ ഈ മാഫിയ, ആരാണ് ഇത്ര ആൾക്കാർ ബ്രൂട്ടലായിട്ട് കൊല്ലുന്നത്, അവന് കണ്ണിച്ചോരയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതേ നേരം സൈക്കോ പയ്യൻ ആ പയ്യന്റെ അടുത്ത് വന്ന് പറയാണ്, നിനക്ക് ഹീറോയിന് ഒരു സംശയമില്ലേ? കാരണം അവൾ എല്ലാവരും മരിച്ചാലും ഫ്രീസർ റൂമിൽ ബോഡി കൊണ്ടുവയ്ക്കാൻ പറയുന്നുണ്ട്. അവൾക്ക് മരിക്കുന്ന ആൾക്കാരുടെ ബോഡിയൊക്കെ ചെക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്തോ ഒരു പ്രശ്നമുള്ള കണക്ക് നിങ്ങൾക്ക് തോന്നുന്നില്ലെന്ന് ഈ സൈക്കോ പയ്യൻ അവരോട് ചോദിക്കുകയാണ്. എന്നാൽ അവർക്ക് വലിയ സംശയമൊന്നുമില്ല ഹീറോയിന്. ഇതിനുശേഷം വൈസ് പ്രസിഡന്റ്, കളർ മുടി, ഷോർട്ട് ഹെയർ, അവരെല്ലാരും കൂടെ മെഡിക്കൽ റൂമിൽ ഇരിക്കുകയാണ്. അതേ നേരം വൈസ് പ്രസിഡന്റ് ഇതേ സംശയം തന്നെ ബാക്കിയുള്ള 2 പേരെടുത്ത് പറയാണ്. അതായത് ഹീറോയിന് സംശയമില്ലേ, അവർക്ക് എവിടെ നിന്നാണ് ഈ CCTV റൂം കണ്ടുപിടിക്കാൻ പറ്റിയത്, അവർക്ക് ബാക്കിയുള്ള മരിച്ച ആൾക്കാരുടെ ബോഡി നോക്കാൻ ഭയങ്കര താല്പര്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഹീറോയിനെ വെറും ഒരു മാഫിയ ആക്കാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ അവർക്ക്. അതായത് മറ്റേ ആ പയ്യൻ
പയ്യനില്ലേ, സൈക്കോ പയ്യനും പിന്നെ ഈ വൈസ് പ്രസിഡന്റും കൂടെ തീരുമാനിച്ചാണ് ഹീറോയിന്റെ മണ്ടയിലോട്ട് ഈ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഹീറോയിനെ ആയിരിക്കും ഡൗട്ട് അടിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആലോചനയിലാണ് ഇവർ അതൊക്കെ പറയുന്നത് കേട്ടോ. എന്നാൽ ഈ കളർ മുടി പറയാണ് എനിക്ക് നിന്നോടൊരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വൈസ് പ്രസിഡന്റിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ്. കാരണം ഷോർട്ട് ഹെയർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എന്താണെന്ന് അറിയില്ല, അവൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നത്. ഇതിനുശേഷം പ്രസിഡന്റിനെയും ഹീറോയിനെയും പിന്നെ കൂട്ടുകാരെയും കാണിക്കുകയാണ്. അവർ ഓരോ റൂമിൽ കയറിയിട്ട് അതും ഇതും അന്വേഷിച്ച് നടക്കുകയാണ്. അത് മാത്രമല്ല അവർ ആ ഫോണിൽ നോക്കുന്നുണ്ട് ഇനി എത്ര പേര് ബാക്കിയുണ്ടെന്ന്. അപ്പൊ ബാക്കി ആകെ 9 പേരേ ഉള്ളൂ കേട്ടോ. ഹീറോയിൻ പറയുന്നുണ്ട് നമ്മൾ ഈ മാഫിയ എലിമിനേറ്റ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കുന്നതിന് പകരം ഈ ഗെയിം ഉണ്ടാക്കിയ ആളെ കണ്ടുപിടിച്ചാൽ മതി. ഈ ഗെയിം ഇവിടെ വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാം. അതുകൊണ്ട് തന്നെ ഇനി മാഫിയ നോക്കണ്ട, നമുക്ക് ഈ ഗെയിം ഉണ്ടാക്കിയ ആൾക്കാരെ കണ്ടുപിടിക്കാന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രസിഡന്റ് പറയുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പം ഈ ഗെയിം ഉണ്ടാക്കിയ ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മാഫിയെ കണ്ടുപിടിച്ച് എലിമിനേറ്റ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ ബാക്കിയുള്ള സിവിലിയൻസിന്റെ ജീവന് അത് ആപത്താണ്. അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മാഫിയനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണമെന്ന് ഹീറോയിന്റെ അടുത്തും കൂട്ടുകാരിന്റെ അടുത്തും പ്രസിഡന്റ് പറയുന്നുണ്ട്. ഇതിനുശേഷം വൈസ് പ്രസിഡന്റിനെയും കളർ മോഡിനെയും കാണിച്ചേക്കാണ്. ഈ കളർ മോഡി വൈസ് പ്രസിഡന്റിനെ വേറെ എങ്ങോട്ടല്ല വിളിച്ചോണ്ട് വന്നേക്കുന്നത്, ക്യാൻറ്റീനിലാണ്. അതായത് നേരത്തെ റൗഡിപ്പയന്മാരുടെ താവളമായിട്ടുള്ള ആ സ്ഥലത്തോട്ടാണ് വിളിച്ചോണ്ട് വന്നേക്കുന്നത്. ഈ കളർ മുടിക്ക് ഒരു സംശയം എന്ന് വെച്ചാൽ ഈ മാഫിയ വേറെ ആരുമല്ല, അത് സൈക്കോ പയ്യനാണോ എന്നാണ്. കാരണം ഇവർക്ക് 3 പേർക്കേ അറിയത്തുള്ളായിരുന്നു ആ മെയിൻ ആയിട്ടുള്ള റൗഡി പയ്യൻ ലാസ്റ്റ് ആയിട്ട് എവിടെ നിന്നേന്ന്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഡൗട്ട് അടിക്കുന്നത്. വേറൊന്നുമല്ല, ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഒളിക്കാൻ പോയില്ലേ, ആ സമയത്താണ് അവർക്ക് ഫോൺ കൊണ്ടു കൊടുക്കാൻ പോയത്. എന്നാൽ ലാസ്റ്റ് ആയിട്ട് അവർക്ക് 3 പേർക്കേ അറിയത്തുള്ളൂ മെയിൻ ആയിട്ടുള്ള റൗഡി പയ്യൻ എവിടെ ആയിരുന്നെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ സൈക്കോ പയ്യനെയാണ് ഡൗട്ട്. ആർക്കാണ്? ഈ കളർ മുടിക്ക്. ഇത് വൈസ് പ്രസിഡന്റിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം തന്നെ അങ്ങോട്ട് 2 പയ്യന്മാര് കയറി വരികയാണ്. അത് വേറെ ആരുമല്ല, ഗുണ്ടു പയ്യനും അവന്റെ കൂടെ നടക്കുന്ന വേറൊരു പയ്യനുമാണ്. ഇതേ നേരം വൈസ് പ്രസിഡന്റിന്റെ ആ ചാവി ഉണ്ടായിരുന്നു, ആ ഷട്ടർ ഇട്ട് പൂട്ടുന്നതിന്റെ ചാവി ഇല്ലേ, അതുണ്ടായിരുന്നു. അതെടുത്ത് ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. ഇതാ 2 പയ്യന്മാര് കാണുന്നുണ്ട് കേട്ടോ. വൈസ് പ്രസിഡന്റും കളർ മുടിയും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ അവർ കയറി വന്നത്. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റും കളർ മുടിയും വിചാരിക്കുകയാണ് അവർക്ക് ഇവരെ സംശയം കൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നതെന്ന്. എന്നാൽ അവന്മാര് വന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നീയൊക്കെ ഞങ്ങൾ അറിയാതെ ഫുഡ് അടിച്ചു മാറ്റി കഴിക്കാൻ വന്നതാണെന്നാണ്. അവർക്ക് ഇവരെ പറ്റി മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഇവർ ഫുഡ് കട്ടെടുക്കാൻ വന്നതാണെന്നാണ്. അതായത് ആ 2 പയ്യന്മാര് പറയുന്നത്. ഇത് കേട്ട സമയത്ത് അവർക്ക് ആശ്വാസമാകുന്നുണ്ട്. തൽക്കാലം രക്ഷപ്പെട്ട ഒരു ഫീൽ കിട്ടുകയാണ്. ഈ കളർ മൂടിക്ക് അറിയത്തില്ല മാഫിയ ആരാണെന്ന്. എന്നാലും നമുക്കറിയാം വൈസ് പ്രസിഡന്റ് മാഫിയ ആണെന്ന്. പക്ഷേ ഇവർക്കാർക്കും അറിയില്ല മാഫിയ ആരൊക്കെയാന്ന്. അത് ആലോചിച്ച് വെച്ചോണേ. ഇതിനുശേഷം പ്രസിഡന്റിനെയും ഹീറോയിനെയും കൂട്ടുകാരെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഒരു റൂമിലിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ തപ്പുകയാണ് കേട്ടോ. അതായത് ഇനി എവിഡൻസ് കിട്ടിയാലോ ഈ ഗെയിം ഉണ്ടാക്കിയ ആളെ കണ്ടുപിടിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ തപ്പുകയാണ്. ഇതേ നേരം അവിടെ ഒരു അലമാര തുറക്കാൻ നോക്കുന്ന സമയത്ത് അത് തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ ഇരുന്ന ചാവി എടുത്തിടാൻ നോക്കുകയാണ്, അത് വെച്ച് തുറക്കാൻ പറ്റുമെന്ന്. എന്നാൽ അത് വെച്ച് തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരി പെൺകുട്ടിയും പിന്നെ പ്രസിഡന്റും ആണെങ്കിൽ ഈ അലമാര കുത്തി തുറക്കാനായിട്ട് ടൂൾസ് എടുക്കാൻ പോവുകയാണ്. അവർ ടൂൾസ് എടുക്കാൻ നേരെ ചെല്ലുന്നത് ആ ടൂളെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കുന്ന ആ റൂമിലില്ലേ, അവിടെയാണ്. അവിടെ ഓരോ ടൂൾസ് തപ്പിക്കൊണ്ടിരിക്കുന്ന നേരം ഹീറോയ്ക്ക്, അതായത് പ്രസിഡന്റിന് താഴെന്നൊരു ഫോൺ കിട്ടുകയാണ്. ആ ഫോൺ വേറെ ആരുടെ ഫോണും അല്ല, അതായത് മെയിൻ ആയിട്ടുള്ള റൗഡി പയ്യന്റെ ഫോണാണ്. ഇത് കണ്ട നേരത്ത് പ്രസിഡന്റിന് ചെറുതായിട്ടൊന്ന് ഡൗട്ട് അടിക്കുന്നുണ്ട്. അതായത് ആരെയാണ്? സൈക്കോ പയ്യനെ. കാരണം സൈക്കോ പയ്യന്റെയിലാണ് ആ ഫോൺ അവന് കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചത്. എന്നാൽ അത് കൊടുത്തില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് അവനോട് ചെറിയൊരു ഡൗട്ട് അടിക്കുകയാണ്. ഇതേ നേരം ഹീറോയിൻ ആണെങ്കിൽ ആ റൂമിൽ ഒറ്റയ്ക്കല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഓരോ കാര്യങ്ങൾ അവിടെ തപ്പുകയാണ്. അതേ നേരം വേറൊരു അലമാര അവിടെ ഇരിക്കുന്ന കാണുകയാണ്. അത് ചെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്തൊരു പെട്ടി ഉണ്ട് കേട്ടോ, ലോക്കിട്ട് വെച്ചേക്കാണ്. അപ്പൊ അവളുടെ കയ്യിൽ ഒരു താക്കോലില്ലേ, ആ താക്കോൽ വെച്ച് ആ ലോക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അത് തുറന്നു നോക്കുന്ന സമയത്ത് ആ പെട്ടിക്കകത്ത് വേറൊന്നുമല്ല കേട്ടോ, ഒരു ഫോട്ടോയാണ്. അതെടുത്തു നോക്കുന്ന സമയത്താണ് ഹീറോയിൻ ഞെട്ടിപ്പോകുന്നത്. വേറൊന്നുമല്ല, നേരത്തെ അവൾക്കൊരു ഫോട്ടോ കിട്ടിയില്ലായിരുന്നു. ആ ഫോട്ടോയിൽ എല്ലാവരുടെ മുഖം വരച്ചു വെച്ചേക്കുമല്ലായിരുന്നു. ആ ഫോട്ടോയിലുള്ള വേറെ ആരുമല്ല, ഇവരുടെ ക്ലാസ്സിലുള്ള ആൾക്കാർ തന്നെയാണ്. എന്നാൽ എല്ലാവരുടെ മുഖം വെട്ടി വെച്ചേക്കുന്നുണ്ട്. അവൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇതേ നേരം ഹീറോയിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരികയാണ്. അതായത് നിങ്ങൾ ഗെയിം കണ്ടക്ട് ചെയ്ത ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ഗെയിം നടത്തുന്ന ആളെയില്ലേ, അവള് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല ഈ ഗെയിം നടത്തുന്ന ആളുടെ പേരും ആ നോട്ടിഫിക്കേഷനിലുണ്ട്. ആ പേര് വേറൊന്നുമല്ല, പാർക്ക് സേ ഒന്നെന്നാണ്. ഇതേ നേരം അവിടുത്തെ ലൈറ്റ് എല്ലാം മിന്നി മിന്നി കത്തുകയാണ്. എല്ലാവരും ഇരിക്കുന്ന റൂമിലെ ലൈറ്റും മിന്നി മിന്നി കത്തുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാവരുടെ ഫോണിലോട്ടും ആ നോട്ടിഫിക്കേഷൻ വരികയാണ്. ഹീറോയിന് വന്ന നടക്കുന്ന സെയിം നോട്ടിഫിക്കേഷൻ, വേറൊന്നുമല്ല, പാർക്ക് സേ ഒന്നെന്ന് പറയുന്ന പേര്. ഈ പേരെടുത്ത് അവർ വായിച്ചു നോക്കുന്ന സമയത്താണ് ഓരോരുത്തരുടെ മനസ്സിലോട്ടും ഓരോ ഓർമ്മകൾ കടന്നു വരുന്നത്. അതായത് ഈ പാർക്ക് സേ ഒന്നെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ് കേട്ടോ. ഈ പെൺകുട്ടിയെ കുറിച്ച് ഇവർക്ക് യാതൊരു ഓർമ്മയില്ലായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടി ഇവരുടെ കൂടെ പഠിച്ചതാണ്. ഈ പേര് കണ്ട ശേഷമാണ് ഇവർക്ക് ആ പെൺകുട്ടിയെ പറ്റി ഓർമ്മ വന്നത്. അതായത് ഇങ്ങനെ ഒരു ആളുണ്ടെന്ന് പോലും അവർക്ക് അറിയത്തില്ലായിരുന്നു. കാരണം അതെല്ലാം മറന്നുപോയി. എന്താണെന്നറിയില്ല, ഈ പേര് കേട്ടതിന് ശേഷമാണ് അവർക്ക് ആ പെൺകുട്ടി അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അപ്പൊ ഈ പെട്ടെന്ന് ഓർമ്മകൾ വരുന്നോണ്ട് തന്നെ എല്ലാവർക്കും തല ഒന്ന് ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ട് കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ വേദന കാരണം തറയിൽ ഇരുന്ന് പോകുന്നുണ്ട്.
അത്രയും വേദന എടുക്കുന്നുണ്ട്. ഇതിനുശേഷം ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഒരു റൂമിൽ കൂടിയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. അവര് വേറൊന്നും സംസാരിക്കാനല്ല കൂടിയിരിക്കുന്നത്. അതായത് ഈ പാർക്ക് സെയുൻ എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ, ഈ പെൺകുട്ടിനെ പറ്റി സംസാരിക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു കാര്യം പറ്റി, ഞാൻ പറഞ്ഞുതരാം അത്. അതായത് ഈ പെൺകുട്ടിയാണെങ്കിൽ ആത്മഹത്യ ചെയ്തതാണ്. അതിനെപ്പറ്റി സംസാരിക്കുന്ന നേരത്ത് വൈസ് പ്രസിഡന്റിന്റെ മുഖത്ത് ചെറിയൊരു പേടി വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഷോർട്ട് ഹെയറിന്റെ മുഖത്തും ചെറിയൊരു പേടി വരുന്നുണ്ട്. ഈ പെൺകുട്ടീനെ ഇവർ രണ്ടുപേരും കൂടെ എന്തോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മുഖത്ത് ചെറിയൊരു പേടി വരുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയില്ല ഈ പെൺകുട്ടിയും എങ്ങനെയാണ് മരിച്ചതെന്ന്. അതായത് ബാക്കിയുള്ള ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടാണ് മരിച്ചതെന്നാണ്. എന്നാൽ അവിടെ ഒരു റൂമറുണ്ട്. റൂമറിന്റെ മലയാളം എനിക്ക് അറിയില്ല, എന്താ പറയാ, ആൾക്കാർ അതും ഇതിങ്ങനെ പറയില്ലേ, അത് ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാല് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതല്ല, അത് കൊലപാതകം എന്നാണ്. അപ്പൊ അവര് ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം ഷോർട്ട് ഹെയർ ആണെങ്കിൽ വൈസ് പ്രസിഡന്റിനെ വിളിച്ചോണ്ട് ആ ബിൽഡിങ്ങിന്റെ പുറത്ത് വന്നേക്കുകയാണ്. വേറൊന്നിനല്ല, ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം ഈ വൈസ് പ്രസിഡന്റും ഈ ഷോർട്ട് ഹെയറും കൂടെയാണ്. പിന്നെ അവരുടെ കൂട്ടുകാരും ഉണ്ട് കേട്ടോ. ആരൊക്കെയാന്ന് പറയുന്നില്ല, എന്നാലും കുറച്ച് കൂട്ടുകാരുണ്ട്. വേറൊന്നുമല്ല, ആ പെൺകുട്ടീനെ ഇവര് റാഗ് ചെയ്യുമായിരുന്നു. അത് കാരണമാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നാണ് ഈ ഷോർട്ട് ഹെയർ അവളോട് പറയുന്നത്. നമ്മളല്ലേ ഇതിന് കാരണം എന്നാണ് അവൾ ചോദിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഷോർട്ട് ഹെയർ പറയുന്നുണ്ട്, ഈ കാര്യം ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ മരിച്ചുപോയ പെൺകുട്ടി നമ്മുടെ അടുത്ത് ക്ഷമിക്കും, അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാലോ. ഇത് ചോദിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് പറയാണ്, നീ അത് പറയേണ്ട കാര്യമില്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ നിന്നെ എലിമിനേറ്റ് ചെയ്ത് കളയും. നിന്നെ മാത്രമല്ല ഇതിന് കൂട്ടുനിന്ന് എന്നെ എലിമിനേറ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് ആ പരിപാടി നീ മനസ്സിൽ ചിന്തിക്കുക പോലും വേണ്ട. നീ അകത്തോട്ട് കയറി വരുന്ന സമയത്ത് ഈ കരഞ്ഞതെല്ലാം കണ്ണുനീരെല്ലാം തുടച്ചിട്ട് വേണം അകത്തോട്ട് കയറി വരാൻ. ബാക്കിയുള്ള ആൾക്കാർ ഇതറിയാൻ പാടില്ല. ഇതും പറഞ്ഞിട്ട് വൈസ് പ്രസിഡന്റ് അവിടെ നിന്ന് പോവുകയാണ്. ആ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയില്ലേ, അവളെ കളിയാക്കി റാഗി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവര്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെറിയൊരു പേടിയുണ്ട്. ആ പ്രേതത്തിനെ ഇവർ ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ലേ, അതുകൊണ്ട് തന്നെ ആ പ്രേതം വന്നിട്ട് അവരെ കൊല്ലും എന്നുള്ളൊരു പേടിയുണ്ട്. അത് മാത്രമല്ല, ആ പ്രേതമാണ് ഗെയിം നടത്തുന്നതെന്നാണ് ആ നോട്ടിഫിക്കേഷനിൽ വന്നത്. ഇതിനുശേഷം ഈ വൈസ് പ്രസിഡന്റ് നേരെ വന്നേക്കുന്നത് വാഷ്റൂമിലാണ് കേട്ടോ. അവിടെ ആ സൈക്കോ പയ്യൻ ഉണ്ട്. ആ സൈക്കോ പയ്യന്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ സൈക്കോ പയ്യനും അവളുടെ കൊലപാതകത്തിൽ ഒരു പങ്കുണ്ട് കേട്ടോ. വൈസ് പ്രസിഡന്റ് പറയാണ്, നീയല്ലേ അവളെ കൊന്നത്, നീയല്ലേ അവള് മരിക്കാൻ കാരണം എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട സമയത്ത് അവൻ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി തൊട്ട് ഇത് നീ ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല എന്ന് അവളോട് പറയുന്നുണ്ട്. ഇവൻ നല്ല ദേഷ്യപ്പെട്ടിട്ടാണ് പറയുന്നത്. ഇത്രയും നാള് പാവമായിട്ട് നടന്നവൻ എന്തോ ഒരു സൈക്കോ രീതിയിൽ അവന്റെ സ്വഭാവം അത്രയും വ്യത്യാസം വന്നേക്കുകയാണ്. എന്തായാലും അവൻ അവിടെ നിന്ന് പോയ ശേഷം എവൾക്കാണെങ്കിൽ സങ്കടവും വിഷമവും ഫ്രസ്ട്രേഷനും എല്ലാം കൊണ്ട് അവളാണെങ്കിൽ അവളുടെ ഫ്രസ്ട്രേഷൻ അവിടെ തീർക്കാണ്, വാതിലടിച്ച് തീർക്കാണ്. ഇതിനുശേഷം ഹീറോയിനെയും പ്രസിഡന്റിനെയും കൂട്ടുകാരെയും കാണിക്കുകയാണ്. പ്രസിഡന്റ് ആണെങ്കിൽ ആ ഫോൺ കൊണ്ടുവന്ന് ഹീറോയിനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എനിക്ക് ആ ഫോൺ ടൂൾ റൂമിൽ നിന്നാണ് കിട്ടിയത്. അത് മാത്രമല്ല, എനിക്ക് ആ പയ്യന്, അതായത് സൈക്കോ പയ്യന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അവനാണോ ഇനി മാഫിയ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്ന് ഹീറോയിന്റെ അടുത്ത് അവൻ പറയാണ്. കൂട്ടുകാരി ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം വൈസ് പ്രസിഡന്റിനെയും കളർ മുടിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ആ ഫുഡെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ക്യാൻറ്റീനിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ നേരം കളർ മുടി ചോദിക്കുന്നുണ്ട്, നീ എന്താ ആ പ്രേതത്തിനെ പേടിച്ചിട്ടാണോ ഇരിക്കുന്നതെന്ന്. അപ്പൊ വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട്, ഞാൻ പ്രേതത്തിനെ പേടിച്ചിട്ടൊന്നും അല്ല ഇരിക്കുന്നത്, ഇന്ന് ആർക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ്. നിനക്ക് അതിന് വല്ല തീരുമാനമുണ്ടോ? ഇപ്പൊ ആരാണ് പ്രേതത്തിനെ പേടിക്കുന്നത്? അത് മാത്രമല്ല കേട്ടോ, ഈ വൈസ് പ്രസിഡന്റ് ആ സൈക്കോ പയ്യനെ ഒറ്റപ്പെടുത്താൻ നോക്കുകയാണ്. അവനാണ് മാഫിയ, അവനാണ് ആ ആത്മഹത്യ ചെയ്ത കുട്ടിയില്ലേ, അവളെ കൊന്നത് അവനാണെന്നൊക്കെ ഈ കളർ മുടിയുടെ അടുത്ത് അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് മാത്രമല്ല, അവൾക്ക് വേറൊരാളും കൂടെ മാഫിയ എന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവളുടെ ചെവിയിലാണ് കേട്ടോ പറയുന്നത്, പക്ഷെ നമ്മളെ കേൾപ്പിക്കുന്നില്ല. ആരാ ആ സസ്പെക്ട് എന്ന്, അതായത് ഈ ചെവിയിൽ പറഞ്ഞ മാഫിയ ആരാന്ന് നമുക്കറിയില്ല. മാഫിയ എന്ന് സംശയിക്കപ്പെടുന്ന ആള് നമുക്കറിയാം, ഇവർ രണ്ടുപേരെയും മാഫിയ ഉള്ളെന്ന്. എന്നാൽ ഇവള് വഴിമാറ്റി വിടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഈ കളർ മുടിയെടുത്ത് പറയുന്നതാണ്. ഇതിനുശേഷം എല്ലാവരും കൂടെ കൂടിയൊക്കെയാണ് കേട്ടോ. അവിടെ ഷോർട്ട് ഹെയർ, വൈസ് പ്രസിഡന്റ് പിന്നെ ഹീറോയിൻ, കൂട്ടുകാരി എല്ലാവരും ഉണ്ട്. ഇതേ നേരം വൈസ് പ്രസിഡന്റ് ഷോർട്ട് ഹെയറിനെ ഒറ്റപ്പെടുത്താണ്. ഷോർട്ട് ഹെയർ കാരണമാണ് ആത്മഹത്യ ചെയ്ത പെൺകുട്ടി മരിച്ചെന്നൊക്കെ പറയാണ്. അത് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ ഏതോ വീഡിയോ ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ. എന്ത് വീഡിയോ എന്ന് അറിയത്തില്ല, വീഡിയോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ലീക്കാക്കിയത് ഈ ഷോർട്ട് ഹെയർ ആണെന്നാണ് ഈ വൈസ് പ്രസിഡന്റ് അവരോട് പറയുന്നത് കേട്ടോ. ഇതെല്ലാം കേട്ടോണ്ട് ഷോർട്ട് ഹെയർ കരഞ്ഞോണ്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതേ നേരം വൈസ് പ്രസിഡന്റ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് ഉറപ്പിക്കാം, മാഫിയ വേറെ ആരുമല്ല, അത് ഷോർട്ട് ഹെയർ ആണ്. ഇത് പറയുന്ന നേരത്തുണ്ടല്ലോ, ഷോർട്ട് ഹെയറിന്റെ മുഖത്ത് ചെറിയൊരു ചിരി വരികയാണ്. അവളുടെ കരച്ചിലൊക്കെ അവള് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ മാഫിയ അല്ല, ഞാൻ പോലീസ് ഓഫീസറാണ്, മാഫിയ ആരാന്ന് ഞാൻ കാണിച്ചുതരാന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ എടുത്തിട്ട് വൈസ് പ്രസിഡന്റിന്റെ പേരെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഷോർട്ട് ഹെയർ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അവളുടെ ഫോണിൽ കാണിച്ചു കൊടുക്കും ആരാണ് മാഫിയ എന്ന്. അത് എല്ലാവർക്കും എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. മാഫിയ വേറെ ആരുമല്ല, നമുക്കറിയാം അത് ആരാണ്. ആരൊക്കെയാണ് അത്? സൈക്കോ പയ്യനും പിന്നെ വൈസ് പ്രസിഡന്റുമാണ്. ഇപ്പൊ വൈസ് പ്രസിഡന്റിന്റെ പേര് മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാവർക്കും എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ചുറ്റുമുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കണ്ടാലോ ഗൈസ്. ഓക്കെ, ബൈ.